വടകരയിൽ ശൈലജയെ ഇടത് അനുഭാവികൾ തോൽപ്പിച്ചതെന്തിന്? വടകരയിൽ ശൈലജയ്ക്ക് പരാജയം സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന കാര്യത്തിൽ കൂടുതൽ തലമുണ്ടാക്കേണ്ട, അതിനുള്ള കാരണം ഇതാണെന്നും പറഞ്ഞ് പി ജയരാജൻ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനോ പോലും മറുപടിയൊന്നും പറയുവാനുണ്ടായിരുന്നില്ല. അവർ മിണ്ടാട്ടം മുട്ടിയിരുന്നു. വടകരയിലെ ശൈലജയുടെ പരാജയ കാരണം ഒറ്റ ലൈനിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഭാവിയിൽ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഭാവിയിൽ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പി ജയരാജൻ്റെ പറച്ചിൽ കേട്ടാൽ ഈ സത്യം പിണറായിക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് എന്ന് തോന്നും. അങ്ങനെയാണോ? അല്ല, അല്ല. അണികളുടെ ഉള്ളിൽ ഇത്തരം ഒരു പൂതി നാമ്പെടുത്തിട്ടുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മറ്റാരുമല്ല, അത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് രണ്ടാമതും തുടർഭരണത്തിന് അവസരം ലഭിച്ചപ്പോൾ പെരുന്തച്ചൻ ചെയ്ത ആ പണി ചെയ്തത്. സെക്രട്ടറിയുടെ മുകളിൽ നിന്ന് വല്ലാതങ്ങ് തിളങ്ങി വരുന്ന ടീച്ചറമ്മയെ ലക്ഷ്യമാക്കി ആ ഉളിയിട്ടത്. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ജനങ്ങളുടെ ഏറ്റവും കയ്യടി നേടിയ വകുപ്പും മന്ത്രിയും കെ ശൈലജയും അവർ കൈകാര്യം ചെയ്ത ആരോഗ്യവകുപ്പും ആയിരുന്നു. ടീച്ചറമ്മ എന്ന വിളി പോലും അസ്വസ്ഥമാക്കിയത് മറ്റാരെയുമായിരുന്നില്ല, പെരുന്തച്ചനെ തന്നെയായിരുന്നു. ഇടതുപക്ഷത്തിന് രണ്ടാമതും അധികാരത്തിൽ വരുവാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച വകുപ്പും മന്ത്രിയും ശൈലജയുടെ ആയിരുന്നു എന്ന് നിസ്സംശയം പറയാം. CM കസേരയിൽ രണ്ടാമതും ഇരിക്കുവാൻ അവസരം കിട്ടിയ തനിക്ക് ഇനിയൊരു ഇറക്കമുണ്ടാകില്ലെന്നും പെരുന്തച്ചൻ കരുതി. തൻ്റെ ഫ്യൂസ് അടിച്ചു പോയാൽ അടുത്ത മുഖ്യ മന്ത്രിപദം തൻ്റെ ആദ്യ കെട്ടുപൊട്ടി മകൾക്ക് രണ്ടാമതൊരു ജീവിതം നൽകിയ പുയ്യാപ്പിളയ്ക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് രണ്ടാം നിരയിലോ മൂന്നാം നിരയിലോ പോട്ട് ഒരു 10ാം സ്ഥാനത്ത് വരെ വരാൻ സാധ്യതയുണ്ടായിരുന്നവരെ എല്ലാം പ്രായത്തിൻ്റെയും രണ്ടാം വട്ടത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് അങ്ങ് വെട്ടി നിരത്തിയത്. ഇരിക്കുന്ന കസേരയുടെ കാല് മുറിക്കുന്നത് പോലെയായിപ്പോയി അത്. പക്ഷേ പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷ അനുഭാവികളും രണ്ടാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ഒരു പേരാണ് കെ ശൈലജയുടേത്. രണ്ടാമതും ഭരണം പിടിക്കുവാൻ അവരെ ഉപയോഗിക്കുകയും ഭരണം കിട്ടിയപ്പോൾ അവരെ എടുത്ത് തട്ടിൻപുറത്തിടുകയും രണ്ടാം പിണറായി സർക്കാരിൽ വെറും കിണകളെ മന്ത്രിമാരായി വെക്കുകയും മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കനായി 50 അകമ്പടി വാഹനങ്ങളുടെ അകമ്പടിയോടെ പിണറായി അങ്ങ് ഭരണവും തുടങ്ങി. എട്ടും പൊട്ടും തിരിയാത്ത കുറേ മുണ്ണകളെ സഹമന്ത്രിമാരാക്കി മരുമകൻ സൂപ്പർ CM കളിച്ച് തീവട്ടിക്കൊള്ള നിർമ്മാണം തുടരുന്നു. വമ്പൻ PR പരിപാടികളുടെ അകമ്പടിയോടെ മരുമകൻ പണി തുടങ്ങിയെങ്കിലും അതെല്ലാം മരുമകൻ്റെ വകുപ്പിന് കീഴിലുള്ള റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ പോലായി, എന്നുവെച്ചാൽ കുളമായി. വിദ്യാഭ്യാസ മന്ത്രി പദത്തിൽ എഡ്യൂക്കേഷൻ എന്ന് എഴുതാൻ അറിയാത്തവൻ, കേരളത്തിലിപ്പോൾ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് തിട്ടമില്ലാത്തവൻ, വന്ന് പട്ടിയുടെ വാലിൽ പോലും A+കാർക്ക് പോലും +2 കൊടുക്കുവാൻ സീറ്റില്ല. എല്ലാവർക്കും A+ വാരിക്കോരി കൊടുത്തപ്പോൾ മോന്റെ റേഷനും വാരിയിട്ട് കുട്ടികളെ ജയിപ്പിച്ചപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആരോഗ്യവകുപ്പിൽ എന്നും ഫേഷ്യലും മേക്കപ്പും പുതിയ സാരിയും ഉടുക്കുന്നതാണ് ഭരണം എന്ന് കരുതുന്ന ഷോപ്പീസ്. പിന്നെയുള്ള വകുപ്പുകൾ ഭരിക്കുന്ന തീവട്ടികൾ ആരാണെന്ന് ചോദിച്ചാൽ പിണറായിക്ക് പോലും ലിസ്റ്റ് നോക്കാതെ പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഗുണവും മണവുമില്ലാത്ത പാഴുകൾ മന്ത്രിപദത്തിൽ പ്രാഞ്ചി നടക്കുന്നു. PS, അഡീഷണൽ PS, സ്പെഷ്യൽ PS, ഉപദേശി പദവികൾ കൊടുത്ത് പിന്നാമ്പുറത്തിരുന്ന് സൂപ്പർ CM ആണ് യഥാർത്ഥത്തിൽ ഭരിക്കുന്നത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ബാക്കിയെല്ലാം വെറും പാവകളിക്കാർ. വകുപ്പിൽ എന്നാ പുട്ടാൻ നടക്കുന്നതെന്ന് ഇവന്മാർക്ക് ഒരു പുട്ടും അറിയില്ല. മീറ്റിങ്ങുകൾക്ക് പോവുക, ഉദ്ഘാടനത്തിന് പോവുക, കോറളയാത്രയ്ക്ക് പോകുവാൻ കെട്ടും കെട്ടി വാടാ എന്ന് വിളിക്കുമ്പോൾ കൂടെ പോവുക. വകുപ്പിൽ നിന്ന് പോകുന്ന പത്രക്കുറിപ്പുകൾ പോലും പത്രം പോലും വായിക്കാത്തത് കൊണ്ട് ഇവന്മാർക്ക് അറിയാൻ പറ്റുന്നില്ല. തങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പണിയല്ല ഇതൊന്നും. വെറും പാവകളിക്ക് നിന്നു കൊടുത്താൽ ബാക്കി അണ്ണൻ നോക്കിക്കൊള്ളുമെന്നും ഇതെല്ലാം അണ്ണൻ കനിഞ്ഞു നൽകിയ അർഹിക്കാത്ത പദവികളാണെന്നും അറിയാവുന്ന മൊണ്ണകൾ കമാനൊക്ഷരം മിണ്ടില്ല. നല്ല ശമ്പളം, താമസം, ശാപ്പാട്, വണ്ടി, ഇറങ്ങിയാലും പെൻഷൻ, പിന്നെ വലുതും തൊട്ടു നിൽക്കാനും കിട്ടും. പിന്നെ എന്തിന് പൊല്ലാപ്പിന് പോകണം? ഇതെല്ലാം രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഒരു ശരാശരി ഡമ്മി അന്തംകമ്മി മന്ത്രിയുടെ ചിന്താഗതിയാണ്. പക്ഷേ ഇന്നിതെല്ലാം അണികൾക്ക് മനസ്സിലായി തുടങ്ങി. കാരണം ദേശാഭിമാനി മാത്രമല്ല അവരിപ്പോൾ വായിക്കുന്നത്, സോഷ്യൽ മീഡിയകളിലും സജീവമാണ്. ഊച്ചാളി ഷാജിമാരുടെ ക്യാപ്സൂളിൻ്റെ കാലമൊക്കെ പോയി. അതുകൊണ്ടാണ് അവർ കെ ശൈലജയെ വടകരയിൽ അറിഞ്ഞ് തോൽപ്പിച്ചത്. എന്തിന്? പിണറായിക്ക് പിണ്ടം വെക്കാൻ എന്നാണ് പി ജയരാജൻ CPM സംസ്ഥാന സമിതിയിൽ വെളിപ്പെടുത്തിയത്. വടകരയിലെ ജനങ്ങൾക്കും അത്തരമൊരു ആഗ്രഹമുണ്ട്. അവരെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് മത്സരിപ്പിച്ചതെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി. ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്തുവാനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം തോൽവിയുടെ സുപ്രധാന ഘടകമാണ് എന്നാണ് ജയരാജൻ പറഞ്ഞു വെച്ചത്.
ഇത്തവണ ഭൂരിപക്ഷ ന്യൂനപക്ഷ പിന്നോക്ക വേർതിരിവില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ചോർന്നെന്ന് CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. പൗരത്വ നിയമ ഭേദഗതിയിൽ ഊന്നിയുള്ള പാർട്ടിയുടെ പ്രചാരണം തിരിച്ചടിച്ചുവെന്നാണ് നിഗമനം. മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനായി ആവിഷ്കരിച്ച പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ മുദ്രാവാക്യം കൊണ്ട് പ്രയോജനമുണ്ടായത് കോൺഗ്രസിനാണെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. മരുമകന്റെ സമുദായത്തെ പ്രീണിപ്പിക്കുവാൻ പാർട്ടി ശ്രമിക്കുന്നുവെന്ന തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും എതിർപ്പിന് കാരണമായി. ഈഴവ വിഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല പിന്നോക്ക വോട്ട് ബാങ്കിലേക്കും BJP കടന്നു കയറി. പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾ LDF സർക്കാരിൻ്റെ അവഗണനയെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ അകന്നുപോയി. കാരണം അർഹമായ ആനുകൂല്യങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുകയും അത് വെറും അടിമകളായ അന്തംകമ്മികളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയെന്നും ഉള്ള തോന്നൽ അവർക്കുളവായി. ലൈഫ് പദ്ധതിയും മറ്റും നീണ്ടുപോകുന്നതും സർക്കാരിനോടുള്ള അകൽച്ചയ്ക്കും കാരണമായി എന്നും വിലയിരുത്തലുണ്ടായി. ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നടന്ന CPM മേഖല അവലോകന യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും LDF കൺവീനർ EP ജയരാജനുമെതിരെ അതിരൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ശരീരഭാഷയുമെല്ലാം പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്നും വ്യക്തിപരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ പോലും വ്യക്തത വരുത്താതെ ഒളിച്ചോടുന്ന സമീപനം സ്വീകരിച്ചുവെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. പാർട്ടിയിൽ ഏകാധിപതിയെ പോലെയാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം. താഴെത്തട്ടിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിക്കുവാൻ കഴിയാത്ത നേതാക്കളാണ് ഇപ്പോഴുള്ളതെന്നും പല യോഗങ്ങളിലും വിമർശനമുണ്ടായി. രണ്ടാം പിണറായി സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ്. ഒരു മന്ത്രിക്ക് പോലും തിളങ്ങാനായില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ ജനങ്ങളുടെ കയ്യടി നേടിയ KK ശൈലജയെ മന്ത്രിയാക്കാതിരുന്നത് മുഖ്യമന്ത്രിയേക്കാൾ തിളങ്ങിയതിനാലാണ്. ജനകീയ മുഖമായ K രാധാകൃഷ്ണന് പ്രധാന വകുപ്പ് നൽകാതെ ഒതുക്കിക്കളഞ്ഞു. മുഹമ്മദ് റിയാസിന് മന്ത്രിയാകുവാനുള്ള ഏക യോഗ്യത മുഖ്യമന്ത്രിയുടെ മരുമകനായത് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ സ്വതന്ത്ര വ്യക്തിയാണെങ്കിലും ഇടപാടുകളിൽ സുതാര്യത വരുത്തേണ്ടതായിരുന്നു. സർക്കാരിനെ നിർവഹിക്കേണ്ടി നയിക്കേണ്ടുന്ന സംസ്ഥാന സെക്രട്ടറി വെറും അടിമയെ പോലെയാണ് സംസാരിക്കുന്നത്. പാർട്ടിയെയും സർക്കാരിനെയും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പോലെയാണ് മുഖ്യമന്ത്രി നയിക്കുന്നത്. ഇത് തിരുത്തുവാൻ കഴിയാത്തത് പാർട്ടി സെക്രട്ടറിയുടെ കഴിവുകേടാണ്. പാർട്ടി സെക്രട്ടറിയുടെ ഭാഷ ജനങ്ങളെ വെറുപ്പിക്കുന്നതാണ്. ഒരു കാര്യത്തിലും വ്യക്തത വരുത്തുന്ന സംസാര രീതിയല്ല അദ്ദേഹത്തിൻ്റേത്. BJPയിലേക്കല്ല, സ്വരക്ഷയ്ക്കായി ഏത് പാർട്ടിയിലേക്കും പോകുന്ന സ്ഥിതിയിലാണ് LDF. കൺവീനർ EP ജയരാജൻ പാർട്ടിക്കും മുന്നണിക്കും ബാധ്യതയായി മാറിയെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. P ജയരാജൻ ഇപ്രകാരം ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ നാം ഓർക്കേണ്ടുന്നത് പാർട്ടിയിലെ ഒരു നേതാവിനെയും ഭാവി മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കുകയോ അത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന രീതി CPMൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ്. ഗൗരിയമ്മ മുതൽ VS അച്യുതാനന്ദൻ വരെയുള്ളവരുടെ പേരുകൾ അങ്ങനെ ഉയർന്ന ഘട്ടത്തിലെല്ലാം അതിനെ തള്ളിപ്പറയുന്ന രീതിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അസാധാരണ നീക്കമായി P ജയരാജന്റെ ഈ പരാമർശം വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ CPMന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു പാഴിനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് വെച്ചിട്ടില്ല. മുഖ്യമന്ത്രിമാരായി വന്നവരെല്ലാം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരായിരുന്നു. അപ്രകാരം നോക്കിയാൽ ഈ അപ്പം ഗോവിന്ദനെ മുഖ്യമന്ത്രി പദത്തിൽ ഒന്ന് സങ്കല്പിക്കുവാൻ പോലും സാധിക്കുമോ? അതുകൊണ്ടാണ് പാർട്ടിയുടെ കാര്യവും ഇനി ഗോവിന്ദ എന്ന് അണികൾ പറയുന്നത്. ഇത്തരം സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് തൻ്റെ പുയ്യാപ്പിളയുടെ മുഖത്ത് രോമം കിളിർക്കാത്ത ആ മുഖവും കുഴിഞ്ഞ കണ്ണുകളും അണികളുടെ മനസ്സിൽ ഓടിയെത്തുമെന്നായിരുന്നു പെരുന്തച്ഛൻ്റെ മനസ്സിലിരിപ്പ്. എന്നാൽ പെരുന്തച്ഛൻ കാ വീതുളിയേറ് ഇവിടെ വർക്കൗട്ടാകില്ല ഹേ എന്ന് വടകരക്കാരുടെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ് KK ശൈലജയുടെ തോൽവി എന്നാണ് P ജയരാജൻ പറഞ്ഞതിൻ്റെ ഒരിത്. ഏത്? കഴിഞ്ഞ ദിവസം മുണ്ടെടുത്ത കിങ് ജോങ് ഉൻ എന്ന് പറഞ്ഞ് നൽകിയ വാർത്ത കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓഫീസ് കുത്തി തുറന്ന് ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി. ഇനി എൻ്റെ വയർ കുത്തിപ്പൊളിച്ച് കുടൽമാലകൾ കൊണ്ടുപോയില്ലെങ്കിൽ, അടുത്ത ജാമ്യമില്ലാ വകുപ്പിട്ടെടുത്ത് തന്നെ അകത്തിട്ടില്ലെങ്കിൽ വീണ്ടും കാണാം, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.